നമുക്കിന്ന് ഒരു വിരുന്നുകാരുണ്ട് കേട്ടോ നമ്മളെ പുരയിൽ. അപ്പോൾ നമ്മളിതാ ബിരിയാണി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ബിരിയാണി ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അതുമല്ല എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ് ബിരിയാണി. പണ്ടൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ, ഇതിനൊക്കെ പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയുള്ളൂ. പിന്നെ അതുമല്ല കുറച്ച് ടൈമും വേണ്ടി ബിരിയാണി ഉണ്ടാക്കാൻ കേട്ടോ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നമുക്ക് പെട്ടെന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പുരയിൽ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുക അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമല്ലോ. ഇപ്പം അങ്ങനെയാണല്ലോ, ഞായറാഴ്ച ഉണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഒരു കാരണം ഉണ്ടാകാൻ കാത്തിരിക്കാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പണ്ട് അങ്ങനെയല്ല, പണ്ടൊരു കല്യാണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുരയിൽ പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിരിയാണി കിട്ടുള്ളൂ. അപ്പോൾ ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇന്നത്തെ ബിരിയാണിക്ക് ടേസ്റ്റ് ഇല്ല എന്നല്ല പറഞ്ഞേ, എന്തോ അന്ന് കഴിച്ച് ബിരിയാണി കഴിക്കാനാ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. ആ ടേസ്റ്റ് എന്താ ഇതിന് കിട്ടാത്തത്, അങ്ങനെ നമ്മൾ ചിന്തിക്കലുണ്ടോ? നിങ്ങളാരെയും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇഷ്ടംപോലെ ചിന്തിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്ക് കേട്ടോ. അപ്പം എനിക്ക് ബിരിയാണി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരിക ഞങ്ങളെ വല്യമ്മച്ചിനെ കേട്ടോ. അഥവാ എൻ്റെ വായിച്ചിൻ്റെ ഉമ്മനെ. മരിച്ചുപോയിട്ട് മൂന്ന് വർഷമൊക്കെ ആയി. അപ്പോൾ നമ്മളെ വല്യമ്മച്ചി ഇങ്ങനെ വെപ്പേരെ കൂടെ കയ്യാളായിട്ട് പോലെ അങ്ങനെ പോകുന്ന ആളേന് കേട്ടോ. അപ്പോൾ നമ്മൾ ശനിയാഴ്ച കല്യാണത്തിന് തലേന്ന് ഞായറാഴ്ചയാണല്ലോ അധികം കല്യാണം ഉണ്ടാവും. അപ്പോൾ ശനിയാഴ്ച പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഞായറാഴ്ച നമുക്ക് ബിരിയാണി കിട്ടുന്നു. നമ്മളെ വിളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ ഫ്രീ ആയിട്ട്. കാരണം വല്യമ്മച്ചി എപ്പോൾ വരുമ്പോഴും ഒരു പൊതി ചോറുണ്ടാവും, എന്തെങ്കിലും ഒരു പൊതി ഇത്തിരി ഉണ്ടാവും ചോറ്. അപ്പം ആ ചോറിൽ തോന ഉണ്ടെങ്കിൽ താഴെയുള്ള പൊരക്കാർക്കൊക്കെ കൊടുത്തിട്ടേക്കാണ് മേലേക്ക് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് വല്യമ്മച്ചി കല്യാണം ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേഗം ഓർമ്മ നമ്മൾ വല്യമ്മച്ചിനെയാണ്. ഒരു പക്ഷേ ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പാർട്ടായിരിക്കും യൂട്യൂബ് ചാനൽ. ഈവൻ ഞാനായാൽ പോലും എന്താ പറയുക, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം പോയി ചോദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി ചോദിക്കുകയും ചെയ്യുക. നമുക്കത് മനസ്സിലാക്കി പല രീതിയിൽ പല വേർഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ ഗസ്റ്റിൻ്റെ അഭിപ്രായം അറിയാം കേട്ടോ. പ്രശ്നമില്ല, പക്ഷെ റൈസ് നല്ല രസമുണ്ട്. ഉപ്പൊടി ഇങ്ങനെ ഇങ്ങനെ കുടിക്കൊന്നുമില്ല, തിന്നാൻ പറ്റും ഇത്തിരി. എൻ്റെ കുട്ടിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണേ. ബിരിയാണി ഇതുവരെ തിന്നിട്ടില്ല, നെയ്ച്ചോറ് മാത്രമേ തിന്നല്. ഇത് ആദ്യമായിട്ടാണ് ബിരിയാണി തിന്നുന്നത്. ആ സത്യം. തിന്നലില്ല. ഇല്ല, ശിവ ഉണ്ടാക്കണ ബിരിയാണിക്ക് ഭയങ്കര അപ്പൊ രസമുണ്ട്. ഈ സെപ്റ്റാക്കാന്റെ അഭിപ്രായം കേട്ടോ. സെപ്റ്റാക്ക പറയൂ. സെപ്റ്റാക്ക രസമുണ്ടോ പറ. സെപ്റ്റാക്ക പടി തന്നെ ഒന്ന് പറയ്. ആ ഉപ്പുണ്ടാ? ഉപ്പ് അതിപ്പോ അങ്ങനൊന്നുമില്ല, ശകലം.